ഞാൻ അതുവരെ തളർത്തിരിക്കാം. വേഗം പറഞ്ഞേ, ഇവിടെ ഭയങ്കര ചൂടാ. കുറച്ച് തീയൊക്കെ എടുത്ത് കണ്ടോ കേട്ടോ കേട്ടോ ഡൊമിനിക്കോ, ഭയങ്കര ഭയങ്കര വെയിലാ ഇവിടെ. നിങ്ങൾ കറുത്തു പോകും. നിങ്ങളെ കുട പിടിക്കട്ടെ, അവിടെ നിൽക്കും. നിങ്ങളിങ്ങനെ വെയിലത്ത് നിന്ന് കറങ്ങല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബോസിനെ വെയിൽ പിടിക്കണ കുട പിടിക്കാ കേട്ടോ. അത് ചുമ്മാ നിൽക്കുവാണ് നീ. ഞാൻ പിടിച്ച് ബോസെ വെയിൽ കൊള്ളല്ലേ. അത്രേ ഉള്ളു. നമ്മൾ ഒറിജിനൽ അറിയാലോ ബോസെ. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടേലും പ്രൈവസി ആയിട്ട് എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന എങ്ങോട്ടേലും വിട്ടാലോ? ഇയാൾ ഇത് എന്തൊരു പോയി പറയൂ ബൈക്കിന്റെ കാര്യം. കട്ടള റെക്കമെൻഡ് ചെയ്യാനോടാ. കട്ടള എന്താ പരിപാടി? ഇത് ആരെ കുട്ടി? ഹലോ, സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഡ്രസ് വെച്ച് മോന് ആരാന്ന് നോക്കി. സുഖാണോ? അവർ യു അതെ ചുമ്മാ തള്ളുകയാണ് പുള്ളി. ഗവൺമെന്റ് 10 കിലോമീറ്റർ എന്നെ അടുത്തോടെ പോയവരെ അറിയാതെ മനസ്സിലാക്കുന്നത് ഇത് ആരാന്നൊക്കെ. ചുമ്മാ ഡെമോ കേട്ടോ, ഗന്നൊന്നും വിശ്വസിക്കല്ലേ. ആ ഏത് ഈ സിറ്റിയിലുള്ള പുള്ളിക്ക് അറിയാത്ത പെമ്പിളാരൊന്നും ഇല്ല. പക്ഷെ പുള്ളി ഒരു സിഗ്മ എന്നാ പറയുന്നത്. ആ അതെ അതെ. എടി ഗന്ന നീ കൊട എടുത്തേ, ആദ്യത്തെ വെയിൽ വിളിക്കല്ലേ. നീ എന്തോ എടുത്തിയാടി? അതൊന്നും കുഴപ്പമൊന്നുമില്ല. നീ ഒരു കൊട എടുത്തേ. വണ്ടി കിട്ടിയോ ചോദിക്കി. ഇപ്പൊ കിട്ടും. പോവാ ബോസേ. ഞാനേ നമുക്ക് കൊട മാറ്റിയിട്ട് നമുക്ക് ആ കാർ എടുത്തിരിക്കാം, AC ഒക്കെ ഇട്ടിരിക്കാം. ഓക്കെ കുടവില്ല. ഭയങ്കര വെയിലാതെ ഹരിബ്രോ. AC ഇല്ലെങ്കിൽ നടപടി ഇല്ല കേട്ടോ. 39 ഡിഗ്രി ആയി ചൂട്. വിഷയ ഇവരുടെ ഇങ്ങനെ കയ്യും നോക്കി മേലോട്ട് നോക്കി നിൽക്കുന്നത്. കാട്ടാള ദൈവത്തിനോട് ചോദിക്കണേ തരാമോ? കാട്ടാളെ ഇവരുടെ മേലോട്ട് കൈ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടോ കാട്ടാളിന്? ബോസേ കേറിക്കോ. നിന്റെ വണ്ടി സെറ്റ് ചെയ്യണം കേട്ടോ. നീ വണ്ടി സെറ്റ് ആയിട്ട് വന്നാ മതി. ഇതെന്താ റോൾസ് റോയ്സിനകത്ത് കുട പിടിച്ചിരിക്കുന്നത്? ഓ മരിക്കുന്നതല്ലേ. എടാ കുട മാറ്റാ കേട്ടാ. എടാ കുട മാറ്റാ. നാളൊക്കെ കാണാ കണ്ടേട്ടങ്ങളൊക്കെ അടിച്ചിട്ട് കുട ഇട്ടോണ്ടിരിക്കുന്നത്. മോള് റൂഫ് ഇടാൻ വേണമെങ്കിൽ ബോസേ പോലെ. ഓക്കെ എവിടെ റേഡിയോ 916 എടാ കൊട മാറ്റാ കേട്ടാടാ. പറന്നുകൂടെ? ആ പറന്നുകൂടാ. അതൊന്നും നിന്റെ മോന്റെ കുത്തി കയറി കേട്ടോ. 6 സീറ്റർ എടുക്കാം. അന്നാ എല്ലാരും ഇറങ്ങി 6 സീറ്റർ എടുക്കാം. കീ എടുത്തോളൂ. 6 സീറ്റർ എടുത്തോളൂ. 6 സീറ്റർ എടുക്കാം. പോലെ ആരും പോലെ. ആ 6 സീറ്റർ ആരും പോലെ. ഹരിമ്രോ
എങ്ങോട്ടാ എങ്ങോട്ട് അൽമിന ഐലൻഡിൽ പോണോ അതോ ആരും ബ്രോ വെയിറ്റ് ആക്ക ഞാൻ വണ്ടി എടുക്കാം എന്നിട്ട് 6 സീറ്ററാ വായോ 6 സീറ്ററാ കേറിക്കോ എന്നെ കേറി ഇനി ആകെ രണ്ടാളെയും കൂടി അല്ലേ കേറുള്ളൂ അവനും ഒരാളെ ക്യാരി അടിക്കാം 7 പേർക്ക് പോയേക്കാം ഗന്നെ കേറിക്കോ ഗന്നെ പൊക്കിക്കോ ഗന്നെ പൊക്ക് കേറടി എനിക്ക് എന്നെ ഹറിന്റെ ക്ലാസ് ഒക്കെ തുറന്നില്ല അതെങ്ങനെ ക്ലാസ് തുറന്നിട്ടെ ഹറിന്റെ ക്ലാസ് എങ്ങനെ തുറന്ന എനിക്ക് തുറക്കാൻ പറ്റുന്നില്ലല്ലോ ഗ്ലാസ് കേ അടിച്ചിട്ട് പറ്റണില്ലേ എനിക്കത് പറ്റില്ല ആളെ പിടിച്ച് ഡിക്കി ഇരിക്കാൻ ഇരിക്കണ്ട. പറ്റില്ല ആ ഇപ്പൊ എല്ലാരും കേറിയില്ലേ ബാക്കിൽ ചെയ്യുന്നുണ്ടാ ഇതിന്റെ അടുത്ത ആളെ carry ചെയ്യണം. ഡൊമിനിക് ഉണ്ടോ ഇവിടെ? ഡൊമിനിക് ഒരു കാര്യം പറ്റേ ഒന്ന് കൊന്നേ. ബാക്കി പോടാ ഉള്ളിക്ക് നിർത്തണം ചെറുതായിട്ട് ഡബ്ല്യു വായ പോകുമ്പോ ഞാൻ വണ്ടിയിലില്ലേ ബാക്ക് സൈഡ് ഏറ്റവും ബാക്കില് എടാ നമ്മ ആശാരിനെ എടുത്തിട്ടുണ്ട് ഒരാളെ ആശാരി ചെയ്യുന്ന ഇവിടെ ഹറിബ്രോ എ സി ഇട്ടേക്ക് ഇത് നടച്ചിടാവോ ഗ്ലാസ് നടച്ചിടാവോ ആ ആയിക്കോട്ടെ ഇത്ര തുറന്നോ ചിലർ തോന്നാൻ പറ്റില്ല ഇല്ല ഒരു സ്ഥലം ഇവിടത്തെ വിൻഡോ തുറന്നെടുക്കുക വിൻഡോ അടിച്ചിടണം എ സി ഇട്ടേക്കാണ് എ സി വെറുതെ പോവും പുറത്തേക്ക് ചെത്താലോ ചെലവല്ലേ ക്ലോസ് ചെയ്യടാ സീറ്റിന്റെ അടുത്തുള്ള ആരാ വെച്ചാ ക്ലോസ് ചെയ്യും ആരിലും മാർക്ക് ചെയ്യുക മറ്റേ എവിടെ അൽമിനോയിലോട്ട് പോവാണോ എവിടെ പോവാ കോട്ടയുള്ള പരായി എവിടെ കേറി ഇറങ്ങടാ അതെബ്രോ ഇവരെ എടുത്ത് ക്ഷീണിച്ചവനെ വെയിറ്റ് ഉണ്ടോ കുറവ് ഇറങ്ങടാ കിടക്ക അങ്ങനത്തെ ഇത്ര സമയം ഫുഡ് കഴിച്ചോണ്ടിരുന്ന കാട്ടു കിടന്നോണ്ടാ ഫുഡ് കഴിക്കുന്ന നീ കാട്ടാ കടാ ഗ്യാപ്പില് കഴിച്ചതാ. റോളക്സ് എന്തോ ഇവിടെ റോക്കറ്റ് വിട്ടോണ്ടിരിക്കുന്നു രണ്ട് പറയുകൾ പറഞ്ഞു ഐ ഡി ബോസ് ഐ ഡി എന്റെ 88 ഇരിക്കാൻ പറ്റില്ലല്ലേ കിട്ടി ഇത് ഫയർ വർക്ക് ഒന്നെനിക്ക് തീ ഒന്നെനിക്ക് മാണം എന്തെങ്കിലും വെടിയും പോക എന്തെങ്കിലും പുള്ളി പിടിക്കും എവിടെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റിയ സ്ഥലം എവിടെ ആ അറിയുമ്പോ തീ എടുത്തു നമ്മുടെ ഉണ്ട് അത്രേ ഉള്ളു കത്തിക്ക് അറിവിനെ അങ്ങോട്ട് അത്രേ ഉള്ളു എന്റെ പാക്കറ്റിൽ നിന്ന് മാറ്റിയിടാം കാട്ടാളാ പൊറോട്ട ബീഫ് അത് നീ കൊള്ളാം നീ ഞങ്ങളെ വിളിക്കാൻ കള്ളു കുടിക്കാനടാ ഞാൻ ഒന്നും കുടിച്ചില്ല ഇത് എന്തോ കുടിക്കുന്നുണ്ടല്ലോ ഞാൻ ഒന്നും കുടിക്കുന്നത് ഒന്നും കുടിക്കുന്നില്ല ഞാൻ ചെക്ക് ചെയ്തതാ ഇവിടെ കണ്ട പൊറോട്ട ബീഫ് 12,500 രൂപ എന്റെ അമ്മേ കൂടുതലാണല്ലോ എന്നെ നിനക്ക് റോസാപ്പൂ മേടിച്ചു തരട്ടെ അതേതോ ഏ ഇല്ലെങ്കിൽ ഡയറി മിൽക്ക് ബബിളി ഉണ്ട് അതായാലോ അല്ലെങ്കിൽ സിൽക്ക് ആയാലോ നിനക്ക് നീ ഓടിക്കോ നീ റോളക്സ് ഇതെങ്ങനെ കളയാ ഏതേത് ആ ബോസേ അത് ഇവിടുത്തെ അടിച്ചിട്ട് ക്യാൻസൽ മോഡ് അടിക്കും പഴംപൊരി കഞ്ഞി അതല്ല കഞ്ഞി അങ്ങോട്ട് കുടിക്കാം. പൊറോട്ട ബീഫിന് ഇത്ര വരുന്നേ 12,000 ഇല്ലേ 12,500 ഇതാ മട്ടൻ ബിരിയാണി 13,500 എനിക്കൊന്നും കാണാൻ വയ്യ ഞാൻ വരുന്നില്ല അതോട്ട് ഉയ്യോ എന്തോ റേറ്റാ നമ്മുടെ കടയിലൊന്നും ഫ്രീ ആയിട്ട് തരാം കഴിച്ച എത്ര കേറും എന്തിന് കേറും
സ്വല്പം കഞ്ഞി കുടിക്കാം. എടാ ഗിറ്റാറിന് 16 ലക്ഷോ ഒരെണ്ണം വാങ്ങിയാലോ? മേടിച്ചാ എടാ തന്നോട് ഞാൻ കുറച്ച് കാശ് വെച്ചപ്പോ കുറച്ച് മുന്നേ ഇല്ലായിരുന്നു. ഇപ്പൊ 16 ലക്ഷം രൂപ കൊടുത്ത് എനിക്ക് ഗിറ്റാർ മേടിക്കാനടാ കാട്ടാ. തേണ്ടി ഞാൻ പോവാ, പിണങ്ങി പോവാ മാനസികമായി. പോയിട്ടോ. ബ്രോ ഇവനോട് ഇച്ചിരി കാശ് വെച്ചപ്പോ എന്റെ കാശില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് 16 ലക്ഷം രൂപ ഗിറ്റാർ മേടിക്കാം കേട്ടോ. സംഭവം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അവൻ എച്ചിയാടാ എച്ചിയ. കേട്ടാ എന്നോട് വേണമെങ്കിൽ നീ ഫയർ നീ വാണമൊക്കെ എടുത്ത് മാറ്റിക്കും ഇവിടെ ഫ്രണ്ടിൽ റോക്കറ്റ് ഒക്കെ ആയിട്ട് കിടക്കാതെ മാറാ കേട്ടാ. അത് റോക്കറ്റ് അല്ലല്ലോ. റോക്കറ്റാ പുള്ളി കത്തിക്കാൻ നിക്കുക, റെഡി ആയിട്ട് നിക്കുക. റോക്കറ്റ് പിടിച്ചോണ്ട് നടക്കുക കുറച്ചു നേരമായി. എടാ നമ്മൾ ഇവിടേക്ക് വന്നതല്ലേ ഇപ്പൊ കത്തിക്കണ്ടേ? കത്തിക്കാൻ അങ്ങോട്ട്. ആ കാട്ടാള ഇച്ചിരി കഞ്ഞിയുണ്ട്, നിനക്ക് ഇത് മേടിച്ചു തരട്ടെ കുറച്ച് കഞ്ഞി. വാങ്ങി ഗോൾഡൻ പൊറോട്ടയ്ക്ക് 30,000 രൂപയോ? ഇനി ഒരു 5 മേടിച്ചേക്കാം. ഇല്ല ഇല്ലേ പറഞ്ഞു കഞ്ഞിയുണ്ടോ സ്റ്റോക്ക്? എടാ എനിക്ക് അവിടെ നിന്ന് എത്ര പൈസ വന്നേ? ഈ ചോക്ലേറ്റ് 10 ഞാൻ മേടിച്ചേ. എത്ര പൈസ വന്ന എവിടുന്നാ? നന്നായി ഞാൻ അറിയാതെ അയച്ചാ. ഇങ്ങോട്ട് കൊണ്ടു അറിയാതെ അയച്ചതാ. പോടാ എടാ അറിയാതെ അയച്ചാടാ, തിരിച്ചാടാ. വാൾനട്ട്സ് മുതലാ ഞാൻ മേടിച്ചു. എവിടെയെങ്കിലും പോയി ഇരിക്കാൻ സമാധാനമായിട്ടല്ലേ? പറയല്ലേ, വിശ്വസിച്ചു നീ അയച്ചത്. എടാ ഞാൻ അയച്ചാടാ കേട്ടാ, നീ നോക്കിയേ. NFT ട്രാൻസ്ഫർ പോലെയാണോ നോക്കിയേ? അറിവിനെ വെളി കയറിയെന്നാലോ? ഞാൻ നോക്കി. ഇതെന്താ കേറാൻ പറ്റാത്തെ? അവിടെ ഗ്ലാസിന്റെ മുന്നിൽ പോയി നിന്നാ എവിടെ കയറാനൊക്കെ. അത് ഗ്ലാസ് ആയിരുന്നല്ലേ? കൊള്ളാതെ കണ്ണാടി ഉള്ളതുകൊണ്ട് എനിക്ക് കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ട്, അതുകൊണ്ട് അത് വിചാരിക്കല്ലേ. എനിക്ക് കണ്ണില്ല, അത് ഞാൻ കണ്ടോ. ഉഫ് അതെന്തൊരുത്തരാണ് കണ്ണില്ലെന്നൊക്കെ. ഏത് മൂട്? ഇവിടെ ടി വി ഉണ്ടല്ലോ. കണ്ണില്ല. TV ഓണാവോ? TV ഓണാവോ? റിമോട്ട് ഉണ്ടോ? അറിയില്ലും റിമോട്ട് അറിയില്ല. റിമോട്ട് വണ്ടിയിലാണ്. റോളക്സ് ഇതുപോലൊക്കെ ഒരു വീട് വാങ്ങിക്കണ്ടേ? ഉറപ്പായിട്ടും അത് എന്റെ ചോദ്യം. നമുക്ക് സെറ്റ് ആക്കി എടുക്കണം ഇവിടെ മൊത്തം. അത്രേ ഉള്ളു. അതല്ല നമ്മളെല്ലാരും കൂടെ ഇരിക്കാനുള്ള ലൊക്കേഷൻ ഇല്ലേ ഐലൻഡില്? എല്ലാവർക്കും ഉള്ള സീറ്റിങ് സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇല്ലല്ലേ? നിലത്ത് പോയിരിക്കേണ്ടി വരും താഴെ അല്ലേ? ഒന്നും നോക്കണ്ട, നിലത്തിരിക്കാം. മോളിൽ എല്ലാവർക്കും സീറ്റ് ഇല്ല. താഴെ താഴെ എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചാലോ നമുക്ക്? ഉറപ്പായിട്ടും പറയോ? അന്താക്ഷരിയോ? എന്താണേലും കളിക്കുവോ? വേറെ മൂഡ്. നമ്മൾ ഐലൻഡിൽ വന്നത് എന്റർടൈൻമെന്റിനാണ്. എല്ലാരും എന്തെങ്കിലും ഗെയിംസ് ഒക്കെ പറയുക. എടാ പോടാ, നിന്റെ റോക്കറ്റ് ചെയ്യാന്ന് പറയുന്നില്ല. ഒരു പെണ്ണുണ്ടായി പോയി. ഇവിടെ സീറ്റ് ഉണ്ടല്ലോ. ഇതല്ല നിങ്ങളൊക്കെ ഇവിടെ എല്ലാരും ഇവിടെ ഒരു പിങ്. ഞാൻ ഒറ്റയ്ക്കായി പോയി. ഹലോ ഇവിടെ ഉണ്ടല്ലോ സ്പേസ് ഇരിക്കാൻ വേണ്ടി. എല്ലാവർക്കും ഇരിക്കാൻ സ്പേസ് ഉണ്ടല്ലോ ഇവിടെ. സ്പേസ് ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇവിടെ ഇരിക്കാം.